വെനസ്വേലയിൽ വലിയ എണ്ണ നിക്ഷേപമുണ്ട്. അമേരിക്ക കുറേ കാലമായിട്ട് അവിടേക്ക് അത് നോക്കിയിരിക്കുകയാണ്. ഒടുവിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ തന്നെ തടങ്കലിലാക്കി ഈ പറയുന്ന മേഖലയിലെ എണ്ണ നിക്ഷേപം മുഴുവൻ സ്വന്തമാക്കാൻ അവർ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെയും അമേരിക്കയ്ക്ക് അത്ര ഒരു കണ്ണുണ്ടാകാം. കാരണം എണ്ണ നിക്ഷേപമൊന്നുമല്ല, ഇന്ത്യ അമേരിക്ക പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. താരിഫ് വർദ്ധിപ്പിച്ച് നമ്മളെ പ്രതിസന്ധിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും നടക്കുന്നില്ല. എന്ന് പറയുന്നത് പോൽ ഈ ട്രംപ് വന്നിട്ട് ഇന്ത്യയെ കയറി ആക്രമിക്കുമോ, മോദിയെ പിടിച്ചോട്ട് പോകുമോ, ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ? അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ ഒരു 4 രാജ്യങ്ങൾ എടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾക്കകത്ത് വരുന്ന രാജ്യമല്ല ഇന്ത്യ. 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആണവത്രയം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്ക വരും, റഷ്യ വരും, ചൈന വരും, പിന്നെ ഇന്ത്യ വരും. മുന്നേ ഉത്തര കൊറിയ ആക്രമിക്കാനും സാധ്യതയില്ല, കാരണം ഇവന് രാജ്യാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം ഈ ആർക്കുമില്ലാത്തൊരാശങ്കയാണ് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ചിലർക്ക് എന്തുകൊണ്ട് വെനസ്വേലയിൽ ഇത്രയും ഒരു മര്യാദകേട് നടന്നതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന എന്ത് കാര്യത്തിന് അഭിപ്രായം പറയുന്ന ഇന്ത്യ അഭിപ്രായം പറയാത്തത് ശരിയല്ലെന്ന് പറയണ്ടേ? ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ളതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ പോരെ? ഇന്ത്യ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നമ്മൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അവരുമായിട്ടുള്ള നയതന്ത്രം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്കറിയാമല്ലോ. ഇന്ത്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. റഷ്യയുടെ കാര്യത്തിൽ പലവട്ടം താക്കീത് കൊടുത്തിട്ട് ഇന്ത്യയുടെ അഭിപ്രായത്തിനകത്തു നിന്ന് ഒരു ശകലം പോലും പുറകോട്ട് മാറാതെ അതേ അഭിപ്രായത്തിൽ നിൽക്കുകയും നമ്മളുടെ അഭിപ്രായത്തിനനുസരിച്ച് അമേരിക്ക പോലും അവരുടെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ മാറ്റുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടതാണല്ലോ. ഇസ്രായേലിന്റെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായം ഉണ്ടല്ലോ. ഈ പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന നാളെക്കാലത്ത് നരേന്ദ്രമോദിയെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്ന ആൾക്കാർ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഈ പറയുന്നവർ കേൾക്കാൻ ഒരു കാര്യം നമുക്ക് പറയാം. ഈ 3 രാജ്യങ്ങൾ ആണവത്രയം എന്ന് പറയും. ആണവത്രയം എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ കടലിൽ നിന്നും ഒക്കെ ഇഷ്ടാനുസരണം ആണവായുധങ്ങൾ വിന്യസിക്കാൻ കഴിവുള്ള അത്തരത്തിൽ പ്രാപ്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ മിസൈലുകളുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലെ ഫോർമുലകൾ. ഇപ്പോൾ തന്നെ ഒരു മിസൈൽ വിട്ടാൽ വിവിധ ഫോർമുല ഈ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പറ്റത്തില്ല. 1 ലക്ഷത്തില പല ലക്ഷത്തിലേക്ക് പോകുന്നതിലുള്ള ആ സംവിധാനത്തിലുള്ള മിസൈലുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. മാത്രവുമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ 3 നിന്നും നമ്മൾക്ക് വിടാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നാൽ അന്തർവാഹിനിയിൽ നിന്ന് വിടാനുള്ള സംവിധാനത്തിലേക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യത്തേക്ക് അമേരിക്ക കയറി ആക്രമിക്കാനുള്ള സാധ്യത ഇല്ല. അമേരിക്ക കയറി ആക്രമിച്ചാൽ ഈ 3 വശവും നമ്മളെ ബ്ലോക്ക് ചെയ്താൽ പോലും നമുക്ക് ആക്രമിക്കാൻ സാധിക്കും. അതായത് അമേരിക്ക ഞാൻ ഈ പറയുന്നത് പോലെ ഒക്കുന്നിടത്ത് മാത്രം കയറി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടുത്ത് ഈ പറയുന്നത് പോലെ ഇപ്പം 2014 ശേഷം, വളരെ കൃത്യമായിട്ട് അത് പറയേണ്ടി വരും ബുദ്ധിമുട്ടുണ്ടായാലും, 14 ശേഷം ഇപ്പം ഏറ്റവും അവസാനം ട്രംപ് പഠിച്ച പണി 18 നോക്കിയപ്പോൾ നടക്കാതെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് നടക്കത്തില്ല എന്നുള്ള കാര്യം ഇന്ത്യ പലകുറി കാണിച്ചു കൊടുത്തതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി നേരത്തെ അറിയാമല്ലോ, ഇപ്പോഴും അതിനകത്ത് വ്യക്തതയില്ല. ബ്രിട്ടന്റെ ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു വിമാനം ഇവിടുത്തെ എത്തി നോക്കിയതിനകത്ത് അനുഭവിച്ച അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിനകത്തും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പം ആ രീതിയിലേക്ക് വരും. മാത്രവുമല്ല, ഇന്ത്യ ലോകം മൊത്തം ആയുധം വിന്യസിച്ചേക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന ആസ്ട്രേലിയയിലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് റഷ്യക്ക് മുകളിലാണ് പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇന്ത്യയുടെ കയറ്റുമതി. ഏതാണ്ട് 2024, 25 24,000 കോടി രൂപയുടെ കയറ്റുമതി നടന്നിട്ടുണ്ട്. അത് ഏതാണ്ട് ഇപ്പം 25 ആകുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു 30,000 കോടി അതിലേക്ക് നമ്മുടെ കയറ്റുമതി വർദ്ധിക്കും. അതായത് ആയുധ കയറ്റുമതിയാണ് ഞാനീ പറഞ്ഞത്. 2014 വരെ 600 കോടി രൂപയുടെ ആയുധം കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യം ലോകത്ത് മൊത്തം ആ മിസൈലുകളുടെ രൂപത്തിലും വെടിക്കോപ്പുകളുടെ രൂപത്തിലും മറ്റു പല പ്രതിരോധ സംവിധാനങ്ങളുടെ രൂപത്തിൽ നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിന്ധുവിന് ശേഷം നമ്മളുടെ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ 2029 ആകുമ്പോഴത്തേന് ഇതേതാണ്ട് 50,000 കോടി രൂപയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ ഡേറ്റ അല്ല, ആസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഡേറ്റ അനുസരിച്ച് റഷ്യ മറികടന്ന് 3ാമത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യം. ആദ്യത്തെ 10 രാജ്യത്തിനകത്ത് 25 രാജ്യത്തിനകത്ത് നമ്മൾ വരുന്നുണ്ട്. ആദ്യത്തെ 10 രാജ്യങ്ങളാണെന്ന് തോന്നുന്നു ഏറ്റവും 75% ഈ കയറ്റുമതിക്ക് അത് മുമ്പ് വയ്ക്കുന്നത്. അതിനകത്ത് 25% അമേരിക്കയാണ്. അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ ആയുധ കയറ്റുമതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ചെയ്തേനെ. കാരണം പലവട്ടം പല രീതിയിൽ നമ്മളെ താരിഫിന്റെ വിഷയത്തിലാണല്ലോ താക്കീത് വന്നിരിക്കുന്നത്. കാരണം പല രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നതിന്, നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയിടുന്നതിന് വേണ്ടി നമുക്കറിയാമല്ലോ പാകിസ്ഥാനെ പിടിച്ചിട്ടുണ്ട്. ആ അക്രമം നടക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് അക്രമം നടക്കുന്നതനുസരിച്ച് തിരിച്ചടി കൊടുത്തുകൊണ്ടുകൂടി പാകിസ്ഥാൻ ഭയം നയിക്കുന്നുണ്ട്. ആ പാകിസ്ഥാൻ വീണ്ടും ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം, ഇതിൻ്റെ പുറകിൽ അമേരിക്കയാണല്ലോ. ഈ അമേരിക്ക എങ്ങനെ ചെയ്തതെന്തുകൊണ്ട്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ട് നമ്മൾ പറയുന്നത് പോലെ കേൾക്കുന്ന അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചിട്ട് ആ രാജ്യത്തെ അവരുടെ കയ്യിലാക്കി. എന്നിട്ട് നമ്മൾക്കെതിരെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മൾക്കെതിരെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആ തയ്യാറെടുപ്പുകൾ എത്രത്തോളം ഫലവത്താകുന്നു എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കണം. അപ്പം എത്രത്തോളം അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ പ്രതിരോധ സംവിധാനവും മറ്റു പല സംവിധാനങ്ങളും നോക്കുമ്പോൾ അവരുടെ തിട്ടൂരങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ചില ആൾക്കാരുടെ ആഗ്രഹമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒക്കെ അതിനകത്ത് ധൈര്യമില്ലാത്ത ഒരു 3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, 3 ചോദ്യങ്ങളല്ല 30 ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇവിടുത്തെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ വെൻസുലയ്ക്ക് വേണ്ടി കരയുന്ന ആൾക്കാരുണ്ട്. വെൻസുലയ്ക്കകത്ത് അമേരിക്ക ചെയ്ത കാര്യത്തിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നട്ടല്ലും ഒക്കെ വിരിച്ച് അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ അങ്ങനെ ആവത്തില്ല, ഞങ്ങളങ്ങ് കാച്ചിക്കളയുമെന്ന് പറഞ്ഞ് നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം നമുക്ക് 2047 ആകുമ്പോഴത്തേന് ഇന്ത്യയുടെ സാമ്പത്തിക ഗതി അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് കൊണ്ടുകൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിൽ നമ്മുടെ മര്യാദയ്ക്ക് വന്നു ഇങ്ങോട്ട് വന്നാൽ നോക്കാം, ഇങ്ങോട്ട് വന്നാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് അത് വന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. താരിഫിന്റെ വിഷയത്തിൽ അറിയാമല്ലോ, താരിഫിന്റെ വിഷയത്തിൽ നമ്മൾക്ക് എതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ആ സമയത്ത് അമേരിക്ക നമ്മളെ എന്തോ എക്കണോമിക്കൽ ഗ്രോത്തിനകത്തും കയറ്റുമതിക്കകത്തും എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചത്, അതിനെ മറികടന്ന് നമ്മൾ ആ സമയത്ത് ലോകം കണ്ടതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള നമ്മുടെ ഗ്രോത്ത് വർദ്ധിപ്പിച്ച് കാണിച്ചത്. അപ്പം അതിനുശേഷമാണ് അമേരിക്കയ്ക്കകത്ത് ഈ പറയുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണ്ടാൻ തീരുമാനിച്ചപ്പോൾ അമേരിക്കയ്ക്കകത്ത് നടന്ന വിഷയം, അവിടുത്തെ പണപ്പെരുപ്പം, അവിടുത്തെ സാധാരണക്കാരന് ഈ പറയുന്ന പോലെ സാധനങ്ങൾ കിട്ടാത്തതിനകത്തും അവന് വാങ്ങാൻ കഴിയാത്തതുമാത്ര അവൻ്റെ വാങ്ങൽ ശേഷി കുറവാണല്ലോ. അവന് ഈ കൂടിയ സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല. ആ വാങ്ങൽ ശേഷി കുറവായത് അതിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ. ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യാപാര കരാർ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനകത്ത് മുൻകൈ എടുക്കാത്തത് നമ്മൾക്ക് അവിടെ നിൽക്കട്ടെ, നമ്മുടെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ടുള്ള വ്യാപാര കരാർ വരുന്നതിന് വേണ്ടിയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ലോകം മൊത്തം വ്യാപാര കരാർ അല്ലെങ്കിൽ ലോകം മൊത്തം വ്യാപാര കരാർ ഉണ്ടാക്കിയ സിനുവിന് അറിയാം. അല്ല, ആ വ്യാപാര കരാർ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക വലിയ തോതിൽ നമുക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് നമ്മൾ UK-യുമായിട്ടും ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ടും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച്. സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 97% ടാക്സ് ഇല്ലാതെ അവിടെ വിൽക്കാൻ പറ്റും. അപ്പോൾ ഒമാനിലുള്ള അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് സാധനം കിട്ടും. UK-ക്ക് അത് കിട്ടും. അപ്പം നാറ്റോയിലെ രാജ്യങ്ങൾ, യൂറോപ്പിലെ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെട്ടാൽ മതിയോ എന്ന് ചിന്തിച്ചു. നമ്മൾ അമേരിക്കയെ പിണക്കിയില്ല. കാരണം നമ്മുടെ വലിയൊരു ട്രേഡ് പാർട്ണർ കൂടിയാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്കയെ പിണക്കത്തില്ല, അവരങ്ങനെ നിന്നോട്ടെ. നമ്മൾ ഇപ്പുറത്തൂടെ വേറെ കച്ചവടം കൊണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ല, 2047 നമ്മൾ ലക്ഷ്യമിടുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയാൻ പോവാം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം കൊണ്ട് ഇന്ത്യ ഒരു വികസിത രാജ്യം എന്ന നിലയിലേക്ക് ഉയരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം കഴിഞ്ഞിരുന്ന പല മേഖലകളിലേക്ക് നമ്മൾ ഉയർന്നു വന്നു. ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, ഗവേഷണം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിക്കുകയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും തുർക്കി വരെ നൽകിയ ആയുധങ്ങളെ, ഡ്രോണുകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി. അപ്പോഴാണ് ലോകം തിരിച്ചറിഞ്ഞ് ഇന്ത്യ കൊള്ളാലോ, നമ്മൾ വിചാരിക്കുന്നവരല്ലോ. അങ്ങനെ നമ്മുടെ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ, മിസൈലുകൾ, അതുപോലെ തന്നെ അന്തർവാഹിനി നിർമ്മിക്കുന്ന കാര്യങ്ങളിലേക്കും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു. ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉടനെ UK-യും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എഞ്ചിൻ നിർമ്മിക്കാൻ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി. അപ്പോൾ അമേരിക്ക വിചാരിക്കുന്ന പോലെ ഒരു രാജ്യമായിട്ടൊന്നും ഇന്ത്യയെ കാണണ്ട. ഒരു പതിറ്റാണ്ട് മുമ്പ് അങ്ങനെയായിരുന്നു. അമേരിക്ക കണ്ണുരുട്ടിയാൽ ഇവിടെ മൂത്രം ഒഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആർജവമുള്ള ഭരണാധികാരികൾ വന്നപ്പോൾ നയതന്ത്ര ബന്ധങ്ങൾ വിവിധ രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് ശക്തിപ്പെടുത്തി. ഈ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചൈന പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. അമേരിക്ക എപ്പോഴും പേടിക്കുന്നത് ചൈനയും ഒപ്പം തന്നെ ഈ കൊറിയയൊക്കെയാണ്. ഈ കൊറിയയൊക്കെ ഭരണാധികാരി എപ്പോൾ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ചൈന പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ നയതന്ത്ര ബന്ധം ശക്തമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് വെനസ്വേലയുടെ അടുത്ത് കാണിച്ച തന്ത്രമൊന്നും ഇന്ത്യയുടെ അടുത്ത് കാണിക്കേണ്ട. അമേരിക്കയുടെ കയ്യിലുള്ള പോലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. കര, വ്യോമ, നാവികസേന എല്ലാം തന്നെ ശക്തമാണെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമേരിക്ക അന്നൊരു ടെസ്റ്റ് ഡോസ് കൊടുത്ത കാരണം പാകിസ്ഥാനെ ഒന്ന് മുട്ടി നോക്കിക്കാം ഇന്ത്യയുടെ ശക്തി ഇപ്പോൾ എന്തുണ്ടെന്നറിയാം. 4 ദിവസം കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു. അതുകൊണ്ട് അമേരിക്ക കൂടുതൽ ചൊറിയാനൊന്നും ഇങ്ങോട്ട് വരണ്ട. അല്ലേ? അമേരിക്ക വിചാരിക്കുന്നില്ല. അമേരിക്കക്ക് അറിയാം ഇന്ത്യയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അമേരിക്ക
അമേരിക്ക അല്ല വിചാരിക്കുന്നത്. നമ്മുടെ ചില ആൾക്കാർ അവർക്കൊരു സുഖം കിട്ടാൻ, നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാർ അവർക്കൊരു സുഖം കിട്ടാൻ വേണ്ടി പറയുന്നത്. ആ. അമേരിക്ക അങ്ങനെ വിചാരിക്കേണ്ടത് തിരു പറഞ്ഞു. അമേരിക്ക അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ വിചാരിച്ചായിരുന്നെങ്കിൽ നമ്മളുടെ പുറത്ത് എന്നേ മാടം വെച്ചേനെ, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അതെ. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പം ഒരു കാര്യം, നമ്മൾ ഈ നാട്ടിലുള്ളവർ ആത്മനിർവൃതി കിട്ടാൻ വേണ്ടി അതായത് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പറയുന്നെങ്കിലും അതൊന്നും സാധിക്കുന്ന ഒരവസ്ഥയില്ല, അല്ലെങ്കിൽ നടക്കുന്ന ഒരവസ്ഥയില്ല. ആ നടത്താൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ കോംപ്രമൈസ്. അതായത് ഇന്ത്യ ഇല്ലാതെ ഒരു പക്ഷേ അമേരിക്ക നമ്മുടെ ഈ പറയുന്ന GDP ഒക്കെ നോക്കുമ്പോൾ വലിയ രാജ്യമായിരിക്കും. നമ്മൾക്ക് ആ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിനകത്തും ഒരു നമ്മളെ ബാധിക്കാത്ത വിഷയത്തിനകത്ത്, അമേരിക്കയുടെ വിഷയത്തിനകത്ത് നമ്മൾ ഇടപെടാത്തത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യയെ കീറി അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നപ്പോഴെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് അമേരിക്ക അവരുടെ വരുതിക്ക് വരാത്ത രാജ്യങ്ങളോട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുമുള്ളത്. അത് തന്നെയാണ് വെനിസ്വേലയ്ക്ക് അത് കാണിച്ചത്. കാരണം അമേരിക്കയ്ക്ക് അവിടുത്തെ അല്ലെങ്കിൽ മൊത്തത്തിൽ എണ്ണ കച്ചവടം അവരുടെ കസ്റ്റഡിയിലാക്കണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഒന്നാണ് ആ രാജ്യം. അതുകൊണ്ട് വെനിസ്വേല അല്ല, ഇന്ത്യ ലോകം മൊത്തവും ഒരു പക്ഷേ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആയുധം വിതരണം ചെയ്തിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആ ഒരു നടക്കല്ല 9 നടക്കും ഈ പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ട് മുട്ടാനുള്ള ശേഷി, അല്ലെങ്കിൽ മുട്ടിയാൽ അമേരിക്കയ്ക്ക് തട്ടുകേടാണ്. അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഇപ്പം എനിക്ക് സിനുവിന് പരിക്ക് പറ്റുമ്പോൾ എൻ്റെ അടുത്ത് അടിക്കാൻ വരാതിരിക്കാനേ സിനു നോക്കത്തുള്ളൂ. എന്നെ അടിച്ച് നിലത്ത് കളയാനാണെങ്കിലേ സിനു ധൈര്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ട് അമേരിക്ക വെനിസ്വേല ചെയ്തത് ഇന്ത്യയെ ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.